ഗുഹയുണ്ടെന്ന് പറഞ്ഞാൽ. ഫുള്ള് ഇല്ലിക്കാടാണ് ചുറ്റും. ഇതാണ് ഗുഹയുടെ എൻട്രൻസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഗുഹയ്ക്കകത്തൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ ഇല്ല കേട്ടോ. കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ നമുക്ക് ക്യാമറ ഫോണിലൊക്കെ പോയായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്തു. അപ്പം പുതിയ വീഡിയോകൾ ഇനി അതെ iPhone 17 Pro വീഡിയോ ഇനി വരുന്നതായിരിക്കും. സോ അപ്പോൾ ഞങ്ങളിപ്പോൾ പുള്ളിക്കാനത്താണ്. പുള്ളിക്കാനത്ത് ഇതേ ഇപ്പോൾ സമയം 3 മണിയാണ്. ഇത് 3 മണിക്ക് പുള്ളിക്കാരൻ വരെ ചുമ്മാ ഇറങ്ങിയാണ്. നീ ഒന്ന് നിർത്താവുന്നു. ഞാൻ വന്നപ്പോഴത്തേനും നല്ല മഴയായിരുന്നു അവിടെ നിന്ന് വന്നപ്പോഴത്തേനും. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വെയിലൊക്കെ ആയി. ഇനി വാഗമണ്ണല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേനും ക്ലൈമറ്റൊക്കെ മാറുമായിരിക്കും. എന്നാൽ നോക്കാം. പോയി എൻ്റെ ചങ്കുണ്ട് കൂടെ. ചങ്ക് എന്നാ ഗൂഗിൾ മാപ്പാണോ? കുറേ നാൾക്ക് ശേഷം ഞങ്ങളെല്ലാം വീണ്ടും സജീവമായി യൂട്യൂബ് വരാൻ പോകാൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. സെവാനും ചങ്ങൻ്റെ വൈഫും കൊച്ചു അപ്പുറ സൈഡ്. എല്ലാവരും വാ, നമുക്ക് വാഗമണ്ണൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാം. വ്യൂ കണ്ടോ നോക്കി അക്ക മക്ക. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ഒരു ഐസ്ക്രീം കട ഉണ്ട്. ഐസ്ക്രീം കഴിക്കടാ. അവിടെ ഐസ്ക്രീം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിർത്തുന്നത് ഐസ്ക്രീം കഴിക്കണം. വണ്ടി വെക്ക്. ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ. വണ്ടി വെക്ക്. ഓ അടിപൊളി വ്യൂ. ഇവിടെ ഇങ്ങനെ കയറി നിന്ന് കാണാം. അമ്പ അടിപൊളി സൂപ്പർ വ്യൂ ആണ്. ഫുള്ള് കോടയാണ്. ഇറങ്ങിയോ? വാ come on guys. ഇതൊക്കെ ഇവിടെ ഫ്ലേവർ ഐസ്ക്രീം ഉണ്ട് ഇവിടെ കേട്ടോ. ചേട്ടനാണോ ഐസ്ക്രീം? എല്ലാം സ്കൂപ്പല്ലേ? അല്ല സ്കൂപ്പ് മതി. ഓ സീനാണല്ലോ. ഐസ്ക്രീം വിത്ത് വ്യൂ. ജാസ്മിൻ ഒന്ന് നല്ല ബ്രെഡ് ഓംലെറ്റ് ചീച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബ്രെഡ് ഓംലെറ്റ്. ഇവിടെ നിന്ന് ചായ കുടിച്ച് ഒടുക്കത്തെ മഴ. ചങ്ങിപ്പോൾ കാറെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. കുട എടുത്തോണ്ട് വന്ന് ഞാൻ കുട പിടിച്ച് വണ്ടിക്കകത്ത് കയറാൻ പോവാം. റെഡി 1 2 3. നല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ എങ്ങനെയാ ഫോട്ടോ എടുക്കുന്നത്? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ. ചേച്ചിന്റെ പേരിലാവും. നീ ഇവന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നില്ലേ? ഇങ്ങനെ മുടിയൊക്കെ ഉണക്ക പൂ മേലോട്ട് പെറുക്കിട്ടാ. ചേച്ചി പൂ പറിച്ച താഴെ ഇടാ. പൂടാ ജാസിന് പൂ കൊടുക്ക്. വാ കുറച്ചുകൂടി നടന്നു വന്നിട്ട് ഒരുമിച്ച് നടന്നു വാ. കൈ പിടിച്ച് നടന്നു വാ. ഞാൻ പറയുമ്പോ തന്നെ പൂ കൊടുക്കാളെ. നിങ്ങള് അത് ജാസിനെ കൈ നീട്ടി ജാസിന്റെ അടുത്ത് വിളിച്ചു വരുത്. പൂട്. അയ്യോ ഇവിടെ നിക്കണേ. ഫോട്ടോ എടുക്കാൻ വണ്ടി എടുത്ത് ഞാൻ പോന്നു കഴിയുമ്പോഴത്തേനും ഇലവിഴപ്പൂഞ്ചിറ ബോർഡ് കണ്ട്. അപ്പോൾ വണ്ടി ഞങ്ങൾ ഇലവിഴപ്പൂഞ്ചിറ റൂട്ടിലോട്ട് തിരിച്ചിരിക്കുകയാണ്. ഇലവിഴപ്പൂഞ്ചിറയ്ക്ക് വന്നപ്പോഴത്തേനും അതിനേക്കാളും വലിയ കോമഡി വെള്ളം ഇങ്ങനെ ഒഴുകി പോവാണ്. ഞങ്ങളുടെ വണ്ടി ഇവിടെ
ടയറൊന്ന് ചുറ്റി വന്ന് വണ്ടിയുടെ ടയർ ഒന്ന് ചുറ്റി ഈ കല്ലിൻ്റെ ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഒന്ന് നോക്കാൻ വേണ്ടി വന്നാ. രണ്ടാമത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വീണ്ടും ഇലവിലെ പുഞ്ച റൂട്ടി പൊക്കോണ്ടിരിക്കും. വഴി നല്ല നീറ്റായി. പണ്ട് നമ്മൾ വന്നപ്പോഴത്തേനും ആയിരുന്നല്ലേ, പണ്ട് ഞങ്ങൾ ഇതിലെ പണ്ട് വന്നപ്പോഴത്തേനും ഫുള്ള് കട്ടറായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ വരുന്നത് അല്ലേ? അത് പിന്നെ വന്നിട്ടില്ലല്ലോ. വന്നായിരുന്നോ? വന്നായിരുന്നു. ചുമ്മാ തള്ളല്ലേ. വഴിയൊക്കെ നന്നാക്കി നല്ല നീറ്റായിട്ട്. അതെ അതെ. ഇവിടെ ഫുള്ള് ജീപ്പാണല്ലോ. ഫുള്ള് ജീപ്പ് സവാരി എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഒരു ഗുഹയുണ്ടെന്നാണ് പറഞ്ഞു ചേട്ടാ. അത് കാണാൻ വേണ്ടി ഗുഹ കാണാൻ വേണ്ടി ജീപ്പിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ജീപ്പ് സവാരി. ജാസ്മിൻ സാരഥി ഈ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോണേ. ഹലോ, എവിടെ പോവാ? തണുക്കുന്നോ? അങ്ങനെ ബൈക്കിനായിരുന്നെങ്കിലോ? അയ്യോ, മഴയത്താണെങ്കിൽ ചെയ്യുന്നില്ലേ, ബൈക്കിനായിരുന്നെങ്കിൽ. കാറാന്ന് നന്നായിരുന്നല്ലേ. കീഴില് സന്തോഷിച്ചാണല്ലോ എല്ലാണ്ട്. ഇത് കോട്ടാഞ്ചേരി അല്ലേ ഏട്ടാ? ഫ്രണ്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ, വ്യൂ കിട്ടാൻ. After long time, ഒരു ഓഫ് റോഡ്. ഓഫ് റോഡ് പോകണം. ഞങ്ങൾ ഇറങ്ങട്ടെ. താഴെ ഗുഹയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് കാണാൻ വേണ്ടി താഴോട്ട് പോകണം, ഇറങ്ങിപ്പോണം. അയ്യോ, വാ സുന്ദര വാ. ഇത് കേട്ടോ ജാസനെ, നോക്കിയിറങ്ങാനോ? നോക്കിയിറങ്ങി വാ ഡാ, നോക്കി വന്നാ. ദേ നില്ല്. എടാ ഇത് വനമാട്ടോ. എടാ ഇതൊക്കെ ഇവിടെ ഉണ്ടടി, ഇങ്ങനെ സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടടി. ഈ കണ്ട് വാഗമണിലൊക്കെ വന്നിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ലോ. ആ ഈ കണ്ട ബാബാ. ഇതാണ് ഇവിടെ അറ്റ്മോസ്ഫിയർ. അടിപൊളിയാണ്. ഫുള്ള് ഇല്ലിക്കാടാണ് ചുറ്റും ഫുൾ ഇല്ലിക്കാട്. ഇവിടെ ഫുൾ ഇരുട്ടാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇതിലൊരു ഗുഹയാണ്. ഗുഹയുടെ പേര് മുനിയറ എന്നാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മുനിയറ. കണ്ടോ, മുനിയറ എന്ന ബോർഡൊക്കെ ഉണ്ട്. ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോവാം. ഇതുവഴി ഇറങ്ങി അങ്ങ് പോവാം. ഇതാണ് ഗുഹയുടെ എൻട്രൻസ്.
സുന്ദരൻ ഇറങ്ങി, കൊച്ചിറങ്ങി, ജാസ്മിൻ ഇറങ്ങി, സെവാൻ ഇറങ്ങി, ഞാനും ഇറങ്ങുവാണ്. അപ്പോ ജീവിതത്തിൽ ആരെയും ഗുഹയ്ക്കകത്തൊക്കെ പോകുന്നു കേട്ടോ. വീടില്ല കേട്ടോ. ജീവിതത്തിൽ ആദ്യമാണ് ഗുഹയ്ക്കകത്ത് കയറുന്നത്. അതൊക്കെ കാണും. അയ്യോ വെള്ളം വരുന്നുണ്ട്. ഫുള്ള് മണ്ണാണ് കേട്ടോ. ഫുള്ള് മണ്ണ്. ഇത്ര ഉള്ളല്ലേ ഏട്ടാ? ഇത് മറ്റേ വെട്ടുകല്ലാണോ ഏട്ടാ? ആ, മണ്ണല്ലേ? അയ്യോ ഓ നൈസായിരുന്നു കേട്ടോ. ഇതാണ് ഈ ഗുഹയുടെ പേര്, മുനിയറ. ഇതിൽ പോയിട്ട് മണ്ണിൻ്റെ ഒരു ഗുഹയാണ്. ഫുള്ള് മണ്ണും ഒരു വെട്ടുകല്ലൊക്കെയാണ് ഗുഹയിൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ചേട്ടൻ്റെ പേരെന്നാ ഏട്ടാ? ജിബിൻ. ആ ശരി, പോവാണ്. ചങ്ക് ഫ്രണ്ടിൽ പോകുന്നു. താഴെ വരെ പോകണം. അങ്ങ് താഴെ ആ കാണുന്ന അവിടെ വരെ പോകേണ്ടി വരും. ട്രക്ക് പോലെയാണ്, നല്ല രസമാണ്. സൈഡ് ഫുള്ള് ഈറ്റയാണ്. ഈറ്റയുടെ ഒരു കാട് പോലെയുള്ള അറ്റ്മോസ്ഫിയറാണ്. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. നല്ല തണുപ്പും നല്ല രസമൊക്കെയാണ്. പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു ഗുഹയാണ്. ഒരു 30 മീറ്ററേ ഉള്ളൂ ദൂരം. ഫുള്ള് മണ്ണ് വെച്ചിട്ട് മണ്ണും വെട്ടലുമാണ് ഗുഹയ്ക്കകത്തുള്ളത്. പിന്നെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. മുട്ടോളം വെള്ളമുണ്ട്. ചിലപ്പം പാൻറ്റൊക്കെ മടക്കി വെക്കണം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മേളി കയറി വന്നു. ഞങ്ങൾ കയറി വന്നു. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഈ ജീപ്പല്ല വന്നേ. ചെറിയൊരു കാട്ടരി ഉണ്ട് ഇവിടെ. ഓക്കെ, പോവാം. ഇനി നമ്മളങ്ങോട്ടാട്ടോ പോന്നേ? ലേക്കോ? ഓക്കെ. പിടിച്ചിരുന്നു. അപ്പോൾ താഴോട്ട് വെക്ക്. ഇത് രണ്ടെങ്കിലും വഴിയാണ് ഈ കാണുന്നത്. ഇത് വഴിയാണോ? ഈ നിങ്ങൾ പറ വഴിയാണോ ഇത്? ദൈവമേ, കിഡ്നി ഇളകി. അയ്യോ അയ്യോ അമ്മേ, അമ്മച്ചി. ഓഫ് റോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അമ്മേ, ഓ നല്ല വഴി. പോയാൽ നല്ല മാത്രം വീഡിയോ ഒക്കെ അതില്ലാതെ മോശമല്ലേ? അതെ, എനിക്ക് വേണ്ടി എൻ്റെ ക്യാമറമാൻ സുജേഷ് ബോർഡുന്നുണ്ട്. ലേക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 25 മേളിൽ പോയി നിൽക്കുമ്പോൾ താഴെ കാണുന്ന ലേക്കില്ലേ, അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്.
ചേട്ടാ ഈ ലേക്ക് മേളിൽ നിൽക്കുമ്പോൾ താഴെ കാണുന്ന ലേക്കാണോ അത്? ആ അത് തന്നെ. അപ്പം ഞാൻ ചേട്ടനോടൊന്ന് കൺഫേം ചെയ്താണ്. അപ്പം നമ്മൾ ഇലവിഴപ്പുഞ്ചിറ മേളിൽ പോയി നിൽക്കുമ്പോൾ താഴെ ഒരു ലേക്ക് കാണാം. അപ്പം അവിടെ എത്ര പേര് അവിടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അതെ, എന്തായാലും നമ്മളവിടെ അങ്ങോട്ട് ലേക്ക് കാണാൻ വേണ്ടി പോകണം. നല്ല ഓഫ് റോഡാണ്. അത്യാവശ്യം ഓൺ വെഹിക്കിളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയറൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് ജീപ്പ് എടുത്താൽ വന്നേ. മാത്രമല്ല അതെ, അതുകൊണ്ട് ജീപ്പ് എടുത്താൽ വന്നേ. ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഈ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ലേക്കിൻ്റെ അവിടെ വന്നു. ഫുള്ള് വെള്ളമാണല്ലോ, ഇതല്ലേ? ഞാനോട് അതായിരിക്കും ലേക്കിന്ന്. ആണല്ലേ? പക്ഷേ ഇതിനകത്ത് ഫുള്ള് ഇലയാ. ഇതാണ് ശരി. അതല്ലേ അവിടെയല്ലേ? അവിടെ നിന്നല്ലേ? അല്ലേ മല എവിടെ അല്ലേ? ആ അവിടെ ടോപ്പ് സ്റ്റേഷൻ. സോ ഇതാണ് ലേക്ക്. ഇതാണ് നമ്മളെ മേളിൽ നിന്ന് കാണുന്ന ഇലവിഴപ്പുഞ്ചിറ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ലേക്ക് കാണാം. ആ ലേക്കാണ്. ആണോ? അവിടെ കുടിവെള്ളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നൈസ്. അപ്പം ഞാൻ ലേക്കിൻ്റെ അവിടെ നിന്ന് പോവാണ്. ലേക്ക് അവിടെയാണ് ഞങ്ങളുടെ വണ്ടി. അപ്പം ഞാൻ സീറ്റ് മാറി ജാസ്മിനെ പുറകോട്ട് തട്ടി ഞാൻ ഫ്രണ്ടിൽ വന്നു. വണ്ടി ഇവിടെ നേരെ കഴിഞ്ഞ് വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. മേലോട്ട് കയറി പോകണം. മേളിൽ പോയിട്ട് നമുക്ക് മേളിൽ പോലുള്ള വ്യൂ എല്ലാം കാണാൻ വേണ്ടി ജീപ്പ് ചേട്ടൻ്റെ മേലോട്ട് വണ്ടി കൊണ്ടുപോവാണ്. ഇതാണ് മേലോട്ടുള്ള വഴി. വ്യൂ കണ്ടോ? അയ്യോ ഇറങ്ങാൻ പറ്റുന്നില്ലേ? ഇവിടെ വരെ ജീപ്പ് വരത്തുള്ളൂ. ജീപ്പ് അവിടെ പാർക്ക് ചെയ്യും ചേട്ടന്മാർ. നമ്മളിതിലെ പോകണം. ഇവരൊരു വണ്ടിയിൽ നിന്ന് കയറി പോയി ബാരിക്കേഡ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വാ വാ കയറി വാ. ഗുഹയിലൊരു പണിയോ? തമ്പുരയില് ഡീ വാ. ഇനി ഇവിടുന്ന് ഒരു 200 മീറ്റർ നടക്കാനുണ്ട്. മേലോട്ട് കയറി പോകണം.
നടക്കുവാണ് ഗൈസ്. സെവാൻ എനിക്ക് തമ്പനയിൽ പറഞ്ഞു തന്നിരിക്കുകയാണ് എന്തൊക്കെ ഇടണം, തമ്പനയിൽ എന്തൊക്കെ ഇടണം, ആൾക്കാരെ എന്തൊക്കെ പറഞ്ഞ് പറ്റിക്കുക എന്ന് എനിക്ക് സജഷൻ തന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞടാ? നമ്മൾ സത്യം മാത്രമേ പറയാറുള്ളൂ, അറിയാലോ. ആ നമ്മളൊന്നും ഇടുന്നില്ലല്ലോ അങ്ങനെ. ഈ കയറി വരുംതോറും നല്ല കോടയായി വരുന്നുണ്ട്. ഇതിപ്പം ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ഇവിടെ കോടയായി, വ്യൂ മാറി, നല്ല തണുപ്പായി, ചെറിയ മഴ പൊടിയുന്നുണ്ട്. ഇനി മേലോട്ട് എന്നേയും അറിയാം എന്താ അവസ്ഥയെന്ന്. കുടയൊന്നും എടുത്തിട്ടില്ല. കീഴിലും വ്യൂ. ഇവിടുത്തെ മഞ്ഞങ്ങ മാറി കഴിഞ്ഞപ്പോഴത്തേനും കീഴിലും വ്യൂ ആണ്. അത് ആകാശമാണ്. സൂപ്പർ വ്യൂ ആണ്. വ്യൂ വരും പോകും. മഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാറ്റനുസരിച്ചിട്ട്. മഴക്കാറുള്ളതുകൊണ്ടാ പെട്ടെന്ന് മഴ പൊടിയുന്നുണ്ട്. മഴ പൊടിയുന്നു. അങ്ങനെ മേളിൽ കയറി ഞങ്ങൾ ഇറങ്ങി. ആ സ്പെഷ്യൽ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മേളിൽ ഇറങ്ങി വരുവാണ്. നമ്മുടെ വണ്ടിയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.